2020 തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് 5 വർഷം കഴിഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണല്ലേ. അതെ. ഭർത്താവിൻ്റെ ഒരു സ്വപ്നം അല്ലേ. മനു ഒത്തിരി സ്വപ്നം കണ്ട് ഡയറക്ഷനിലേക്ക് വന്നൊരു സിനിമ. സ്ക്രിപ്റ്റും മനുവിൻ്റെ ആണെന്ന്. സ്ക്രിപ്റ്റും മനുവിൻ്റെ തന്നെ. മനുവിന് വേണ്ടിയാണ് ഈ സിനിമ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും മനുവിന് വേണ്ടി മാത്രമാണ് ഈ സിനിമയൊക്കെ പുറത്തിറക്കുന്നത്. ഈ 5 വർഷത്തുള്ള ഒരു യാത്ര വലിയ കഠിനമായിരുന്നില്ലേ? നല്ല കഠിനമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട്. 23-ലാണ് മനു മരിക്കുന്നത് അല്ലേ? 2023 ഫെബ്രുവരി 25-നാണ് മനു മരിക്കുന്നത്. ആ സമയത്ത് ഷൂട്ട് തീർന്നിരുന്നു? ഷൂട്ട് തീർന്നിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നമ്മൾ തുടങ്ങിയിരുന്നു അപ്പോൾ സമയത്ത്. അതിൻ്റെ ഇടയിലാണ് മനു മരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് 2 വർഷമായിട്ടുള്ള ഒരു വലിയ കഠിനമായ ജീവിതമാണെന്ന് പറഞ്ഞു. ആ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കില്ല, അതെന്തായിരുന്നു സംഭവിച്ചത് ആ 2 വർഷം? മനു മരിക്കുന്നു 2023 ഫെബ്രുവരി 25-ന്. മൂവിയുടെ ഷൂട്ട് കംപ്ലീറ്റായി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി വെച്ചിരിക്കുന്നു. മനുവിൻ്റെ ഇത്രയും കാലത്തെ സ്വപ്നവും ഇതുമെല്ലാം. ഞാൻ ആക്ച്വലി 2020 എൻഡ് ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ആ മൂവിക്ക് ഫണ്ട് ചെയ്യാനും ഇതൊക്കെ തുടങ്ങി. അത് മാത്രമേ എനിക്കാകെ ആക്ച്വലി ബന്ധമുള്ളൂ. ബട്ട് ഞാനൊരു ആക്റ്റീവോ അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയുന്നതല്ല. സോ അത് കഴിഞ്ഞ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മനു മരിക്കുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഒന്നും അറിയുന്നില്ല. പക്ഷെ മനുവിൻ്റെ ആഗ്രഹം മാത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, ഈ സിനിമ പുറത്തിറങ്ങുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യം തന്നെയാണ്. ഒന്നും അറിയത്തില്ല. ഞാൻ ടോട്ടലി ഫിലിമിനെ കുറിച്ച് എനിക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. ഞാൻ സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന എന്താണെന്ന് ഒന്നും എനിക്ക് അറിയുന്നതല്ല. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പം ബാക്കി ഇവിടെ ഞാൻ മാത്രമല്ല, വേറെ 2 പ്രൊഡ്യൂസേഴ്സും കൂടിയുണ്ട്, റോയ് സെബാസ്റ്റ്യനും ജോൺ W വർഗീസും. പക്ഷെ അവർ US-ലാണ്. അപ്പോൾ അവരാണെങ്കിലും കംപ്ലീറ്റ്ലി എന്നെ ട്രസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാനിതിലൊരു ഫണ്ടറായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിന്ന് ചെയ്തോ എന്നുള്ള ഇതിൽ. കാരണം മനുവിന് വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും ഇത് പുറത്തിറക്കണം എന്നൊരു നിർബന്ധം അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, ഓരോരുത്തരും ആ ടെക്നിക്കൽ ക്രൂവും എല്ലാവരും, പ്രത്യേകിച്ച് മനുവിന് ചീഫ് അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു. ആ അസോസിയേറ്റ് പിള്ളേരും എല്ലാവരും നിന്നിട്ടാണ് ഇത് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തിച്ച് ഒന്ന് പുറത്തിറക്കാനായിട്ട് നിൽക്കുന്നത്. ഏപ്രിൽ 18-ന് നമ്മളിപ്പോൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറങ്ങാൻ ഇരിക്കുമ്പോഴാണ് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലേ? അതെ. എനിക്കൊന്നു ആ പ്രസ് മീറ്റിൽ കുറേ പേര് വന്നിരുന്നു, കുറേ പേര് വന്നില്ല. വരാത്ത റീസണുണ്ട്. അർജുനൊക്കെ ഒരു റീസൺ പറഞ്ഞിരുന്നു. പക്ഷെ അഹാനയെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല, ആരുമായിട്ട് കൂട്ടാക്കുന്നില്ല. PR വിളിച്ചു എന്ന് അറിഞ്ഞു, PR റെസ്പോൺസ് ചെയ്യുന്നില്ല, PR മെസ്സേജ് അയക്കുന്നു, അതെല്ലാം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അഹാന എന്നൊരു നടിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ചെയ്തപ്പോൾ, താങ്കളൊരു ലേഡിയാണ് അല്ലേ, ഒരു ലേഡി ആക്ടറാണ് പറയുന്നത്, നമ്മുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം തീരുകയാണ് വിഷയങ്ങൾ. അത് ഞാൻ ആക്ച്വലി അവിടെ ഒന്ന് പറയണം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അവർ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു വിഷമത്തിൻ്റെ ഇതിൽ അന്നേരം അത് പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബ്ലെയിം ചെയ്യാനോ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും ഒരു തോട്ടിലോ ഒന്നും അല്ല ഞാനത് ചെയ്തത്. പിന്നെ അതിപ്പോൾ ഇത്രയും ഇവിടെ കിടന്നൊരു എന്താ പറയുക, എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നു, അറിയുന്നു. സിനിമാ മേഖലയിൽ വിഷയങ്ങൾ നടക്കുന്ന സമയമാണ്. അതെ, അതെല്ലാം കൂടിയും ആ സമയത്ത് കണക്റ്റായി വരുന്നു. പക്ഷെ അത് വേണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, സഹകരിച്ചില്ല. നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാണ്. ബാക്കി ആക്ടേഴ്സ് എല്ലാം ശരിയാണ്. അർജുൻ അശോകൻ സുമതി വളവ് എന്ന് പറയുന്ന മൂവിയുടെ ഷൂട്ടിനായിരുന്നു. അതേപോലെ അനീഷ് ജി മേനോൻ ഷൂട്ടിലായിരുന്നു. ഇവരെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു. ഞങ്ങൾക്ക് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു, നമ്മൾക്കൊരു റിപ്ലൈ ഇല്ലായിരുന്നു. PRO ആണെങ്കിലും എല്ലാം കോൺടാക്ട് ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. പക്ഷേ ഇതിന് ശേഷം, ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അഹാന പങ്കെടുക്കാത്തത്, ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും റെസ്പോൺസ് ചെയ്യാതെ, എന്തെങ്കിലും ബാധ്യതയുണ്ടോ അഹാനയുമായിട്ട്? എന്തെങ്കിലും ബാധ്യത, നമ്മൾ പൈസ കൊടുക്കാനുള്ള ബാധ്യത, അങ്ങനെ എന്തെങ്കിലും മേഡത്തിൻ്റെ അറിവിലുണ്ടോ? എൻ്റെ അറിവിലില്ല. നമ്മളെല്ലാം സെറ്റിൽ ചെയ്തേക്കുന്നതാണ്. പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസോ ഒന്നുമില്ല. പേയ്മെൻ്റ് എല്ലാം സെറ്റിൽഡ് തന്നെയാണ്. ഡബ് ചെയ്തത് അഹാനയല്ല. നമ്മൾ അഹാനയെ ആ സമയത്ത് മനു കോൺടാക്ട് ചെയ്തിരുന്നു. ഡബ് മനസ്സിലായില്ല. ഡബ് ചെയ്യാനും കോൺടാക്ട് ചെയ്തിരുന്നു. ഡബ് ചെയ്യാൻ കോൺടാക്ട് ചെയ്തു. മനു ഉള്ളപ്പോഴായിരുന്നു അത്. അന്നേരം എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം ഡബിങ്ങിന് സഹകരിച്ചില്ലായിരുന്നു. പിന്നെ പൈസ മൊത്തം കൊടുത്തിരുന്നു. നമ്മൾ അതിന് മുമ്പേ എല്ലാം സെറ്റിൽ ചെയ്തതായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർമാർക്ക് മൊത്തം പറ്റുന്നത് ഡബിങ്ങിന്. അതാണ് നിർമ്മാതാക്കളുടെ സംഘടന പൈസ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അതാണ്.
എത്ര വലിയ താരങ്ങളാണ് ഡബ്ബിങ്ങിന് വരുമ്പോൾ പൈസ പിടിച്ചു വെച്ച് ഡബ്ബിങ് എഴുതുക. അതാണ് സെൻസർ ആയിട്ട് കൊടുത്താൽ മതി എന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ കുറേ താരങ്ങളുള്ളതുകൊണ്ട് മനു പൈസ മൊത്തം കൊടുത്തിരുന്നു, ഡബ് ചെയ്യാനും വന്നില്ല. ഡബ് ചെയ്യാൻ വന്നില്ലായിരുന്നു. അതിനെന്തെങ്കിലും റീസൺ മനു പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്? ഉണ്ട്. അപ്പോൾ ഡബ് ചെയ്യാതെ വരാതിരുന്നപ്പോൾ മനുവിന് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനു നോക്കിയപ്പോൾ നമ്മുടെ മൂവിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാൻസി റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഏജ് വരുന്നത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള ഇതാണ്, 22-23. അപ്പോൾ പിന്നെ ബെറ്ററായിട്ട് അഹാന ഭയങ്കര മെച്ചുവേർഡ് വോയിസുമാണ്. അപ്പോൾ ഒന്ന് വരുന്നില്ല, 2 അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം എന്നും പറഞ്ഞിട്ട് വേറെ കുറച്ചും കൂടി നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ്, അത്രയും മെച്ചുവേർഡ് അല്ലാതെ ആ ഒരു ഏജിന് പറ്റുന്ന വോയിസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേറെ ആളെ വെച്ചിട്ടാണ് ഡബ് ചെയ്തത്. ഡബ് ചെയ്തത് അഹാനെ അറിയിക്കുകയോ അഹാനയുടെ പേരൻസിനെ മാനേജറെ അറിയിച്ചിരുന്നു? അത് അഹാനയ്ക്ക് അറിയാം, കാരണം അത് എങ്ങനെയൊക്കെ മനു ഇൻഫോം ചെയ്തതാണെന്ന് തോന്നുന്നു. അഹാനയ്ക്ക് അറിയാം എന്തായാലും ഡബ് ചെയ്തത് വേറെ ആളാണ്, നമ്മൾ ചെയ്യുവാണെന്നുള്ളതെല്ലാം അഹാനയ്ക്ക് അറിയാവുന്നതാണ്. വരാത്തതുകൊണ്ട് ചെയ്യുവാണെന്നും പറഞ്ഞു. ആ സമയത്ത് എന്തോ റെസ്പോൺസ് മനുവിന് ഉണ്ടായിരുന്നു, ബട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല. മനുവിന് എന്തോ അയച്ച് സെൻഡ് ചെയ്യുക എന്തോ ചെയ്തിരുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല എന്താണെന്ന്. മനു അഹാനയും തമ്മിൽ ആ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇതെല്ലാം സിനിമ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ഇവരുമായിട്ട് മേഡം ഏറ്റെടുത്തതിന് ശേഷം കോണ്ടാക്ട് ഇത് എന്തൊക്കെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇത് മെയിൻലി മനു തന്നെയായിരുന്നു മെയിൻലി പ്രൊഡക്ഷനും ഇതുമെല്ലാം നോക്കിയിരുന്നത്. മനുവിൻ്റെ ബാക്കി മനുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും, കാരണം ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട്. ലൈക്ക് എനിക്കൊരു ഹെൽപ്പ് വേണം എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നതായിരുന്നു, അവർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അത്. ഇപ്പോൾ ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം മേഡത്തിനെ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അഹാന വരാത്ത കാരണം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നു അസോസിയേഷൻ ഭാഗത്തിൽ നിന്ന്? ഇല്ല, ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കതൊരു ഇഷ്യൂ ആക്കണമെന്നോ ആരെയും ബ്ലെയിം ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അത് അന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരും അതൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുമില്ല, ഇതുവരെ പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ടുമില്ല. പക്ഷെ പരാതിപ്പെടേണ്ടത് പരാതി. പക്ഷെ അഹാനെ സംബന്ധിച്ച് എനിക്ക് അഹാനെ അറിയാം, പേഴ്സണലി ഞാൻ നേരിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളൂ. എനിക്ക് പേഴ്സണൽ അത്രയും ബന്ധമില്ല. അഹാന വരാറുമുണ്ട്, വന്ന പ്രൊമോഷൻ ഞാൻ അറ്റൻഡും ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. മേഡത്തിനും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് മേഡം പറയുന്നത്. ഇതിന് മുമ്പ് എന്താണ് നടന്നത് മേഡത്തിനും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹാന ഇതിന് പ്രതികരിക്കണമായിരുന്നു. അപ്പോൾ അഹാനയിൽ തെറ്റുള്ളതുകൊണ്ടായിരിക്കും അഹാന പ്രതികരിക്കാതെ ഇന്ന് പൃഥ്വിരാജിൻ്റെ കൂടെ ഉള്ള പോസ്റ്റ് മാത്രമേ ഷെയർ ചെയ്തേക്കണം. അഹാന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന എയർപോർട്ടിൽ വെച്ചാന്ന് പോലും ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട്. അതാണ് ഇതിന് മറുപടിയായിട്ട് അഹാന പോസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത്. അതിൻ്റെ പ്രതികാര ബുദ്ധിയിൽ ഒരു പോസ്റ്റ് ചെയ്തത് പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എനിക്കത് പ്രതികാര ബുദ്ധിയാണോ എന്താണോ, ഇവൻ അഹാനെ ബ്ലെയിം ചെയ്യാനായിട്ട് പോലും എനിക്ക് അഹാനയുടെ ഭാഗത്ത് തെറ്റ് മേ ബി ഉണ്ടാവും. രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാം, അഹാനയുടെ ആണെങ്കിലും മനുവിൻ്റെ ആണെങ്കിലും. ബട്ട് എനിക്ക് മരിച്ചുപോയ ആളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവിടെയാണല്ലോ മേഡത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതെ, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, ഹസ്ബൻഡിൻ്റെ ആഗ്രഹം സിനിമയാണ്, ആ സിനിമ പുറത്ത് കാണിക്കണം, അതിനെല്ലാവരും കൂടെ നിൽക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് മേഡം പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ടും ഇങ്ങനെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിട്ട് മാറ്റിവെച്ച് ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ടെൻഷൻ ചെറുതൊന്നുമല്ല. കാരണം എനിക്ക് വന്നേക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഇതിൻ്റെ മാത്രമോ അല്ലെങ്കിൽ സിനിമയുടെ ഇതിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് അല്ല, എൻ്റെ ലൈഫ് തന്നെയാണ് അവിടെ. അപ്പോൾ ആ ടെൻഷനും ആ സങ്കടവും അവിടെ കിടന്നിട്ടാണ് ഞാൻ അതിനൊപ്പം തന്നെ അത് ബാലൻസ് ചെയ്ത് ഇല്ല മനുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ടെൻഷൻ ഹൈ ലെവൽ തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.